PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി LGS പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ, എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ള കാര്യമൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗംഗ ശുദ്ധീകരണ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നമാമി ഗംഗ. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ബി, യുണൈറ്റഡ് കിങ്ഡം. 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കുഴങ്ങൽ എന്ന് പറയുന്നതാണ്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പോൾ സക്കറിയ. 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി, നിർമ്മല സീതാരാമൻ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, AN-225 മരിയ. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി? ഓപ്ഷൻ ബി, PR ശ്രീജേഷ്. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ? ഓപ്ഷൻ സി ആണ്, AN ഷംസീർ. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ ഡി, ഖത്തർ. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ? ഓപ്ഷൻ ബി, സിറിയക് ജോസഫ്. കേരളത്തിന്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മലബാർ തീരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ലക്ഷദ്വീപ്. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏത്? ഓപ്ഷൻ ബി, ഉത്തരായന രേഖ. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മാന്നാർ കടലിടുക്ക്. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി, കൊല്ലം ടു കോട്ടപ്പുറം. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, തോറിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം? ഓപ്ഷൻ ഡി, മുംബൈ ഹൈ. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല? ഓപ്ഷൻ ഡി ആണ്, പ്രാഥമിക മേഖല. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? ഓപ്ഷൻ സി, തുമ്പ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം? ഓപ്ഷൻ ബി, ഇന്ത്യൻ റെയിൽവേ. വന്ദേ മാതരം എന്ന രാഷ്ട്രീയ ഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആനന്ദമഠം. അപ്പം നമ്മൾ കഴിഞ്ഞ 10th പ്രിലിംസിന്റെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും വെച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ മാർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം വന്നിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡ് ആണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 52 സെക്കൻഡ്. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏതു ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 86ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്വത്തവകാശം. താഴെ പറയുന്നവയിൽ ഏതു വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 32ാം വകുപ്പ്.
വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത്? ഓപ്ഷൻ ഡി 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട് എന്നതാണ് തെറ്റായത്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഉത്തരം ഓപ്ഷൻ സി. 22 ജൂലൈ 1947. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയൂട്ട് രാജ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി? ഓപ്ഷൻ എ. പഴശ്ശിരാജ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ സി. ലോഗൻ കമ്മീഷൻ. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ഓപ്ഷൻ എ ആണ് അയ്യനടികൾ തിരുവടികൾ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം? ഇന്നലെ നമ്മൾ സാധ്യതാ ചോദ്യങ്ങളിൽ പറഞ്ഞ ചോദ്യമാണ്. ഓപ്ഷൻ ബി. ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? ഓപ്ഷൻ ബി. റാണി ഗൗരി പാർവതിഭായ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്? ഓപ്ഷൻ എ. ഹെർമൻ ഗുണ്ടർട്ട്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി. പുന്നപ്ര വയലാർ സമരം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏതാണ്? ഓപ്ഷൻ ബി. ശ്രീരംഗപട്ടണം ഉടമ്പടി. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻ സി. വി. ടി. ഭട്ടതിരിപ്പാട്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം? ഓപ്ഷൻ ബി. 1891. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലം? ഓപ്ഷൻ സി. ഓസ്ട്രേലിയ. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. ടേബിൾ ടെന്നീസ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം? ഓപ്ഷൻ എ. ധ്യാൻ ചന്ദ്. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ സി. വയനാട്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം? ഓപ്ഷൻ ബി. സൈലന്റ് വാലി. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്? ഓപ്ഷൻ സി ആണ് വട്ടെഴുത്ത് ലിഖിതം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭജല വൈദ്യുത നിലയം ഏത്? ഓപ്ഷൻ ഡി. മൂലമറ്റം. പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി? ഓപ്ഷൻ ബി. പെരിയാർ. 5 തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി. കടൽ തീരം. സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഉമണർ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ബി. ഡൽഹൌസി പ്രഭു. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. ബെൽഗാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത്? ഓപ്ഷൻ എ. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ സി. ക്ലെമന്റ് ആറ്റ്ലി. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി? ഓപ്ഷൻ സി ആണ് ദാമിൻ ഇ കോഹ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏത്? ഓപ്ഷൻ ബി. പ്ലാസി യുദ്ധം. സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി? ഓപ്ഷൻ ബി. വില്യം ബെന്റിക് പ്രഭു. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി. ഗോപാലകൃഷ്ണ ഗോഖലെ. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ. സർദാർ വല്ലഭായ് പട്ടേൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇനാമൽ. നമ്മൾ സാധ്യതാ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി. 8. ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാവുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജീവകം സി. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സുകൃതം. താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന ഇല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1, 3. കുഷ്ഠം, അതുപോലെ കോളറ എന്നിവയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ബി. കോഴിക്കോട്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി. 78%. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ ഡി. തെങ്ങ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ലോക വനദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ. മാർച്ച് 21.
ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജോൺ ഡാൾട്ടൺ ആണ് കേട്ടോ, ജോൺ ഡാൾട്ടൺ. സിങ്കിന്റെ അയിര് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കലാമിൻ. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഹീലിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഓപ്ഷൻ ബി ഓക്സിജൻ. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്. ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വേഗത സമയം ദൂരം ഇൻറ്റു സമയമാണ് തെറ്റിയത്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വാട്ട്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ISRO. മനുഷ്യന്റെ ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഉത്തരം ഓപ്ഷൻ ബി 37 ഡിഗ്രി സെൽഷ്യസ്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും എഫും പവറും പിയും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, P = 1/f എന്നുള്ളതാണ്. അടുത്തത് മാത്സ് ആണ്. 1 മുതൽ തുടർച്ചയായ 21 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 441. 1000ന്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 ഉണ്ടായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ്, 6 0. 90 km/മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ എത്ര ദൂരമാണ് ഓടുക? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 25 മീറ്റർ. 6, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 120. 3:4, 3:4, 5:6, 6:8 ഇങ്ങനെ വിട്ടുപോയ സംഖ്യയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 10. 2 സംഖ്യകളുടെ ലസാഗു 300ഉം ഉസാഖ 10ഉമാണ്. അവയിൽ ഒരു സംഖ്യ 60 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 50. 1/8 + 1/9 = 1/x ആയാൽ എക്സിന്റെ വില എന്ത്? ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, 72/17 എന്നുള്ളതാണ് ആൻസർ. അടുത്തത് √x + √64 = 9.1 ആയാൽ എക്സിന്റെ വില എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1.21. അടുത്തത് 10, ഇവിടെ 102, ഇവിടെ 20 കഴിഞ്ഞ് ഇവിടെ അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 402 ആണ് വരുന്നത്. അടുത്തത് 1.25 × 1.25 ഡിവൈഡഡ് -2 × 1.25 × 0.25 + 0.25 × 0.25. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1 ആണ് വരുന്നത്, ഓപ്ഷൻ സി. കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 72. ഒരു റേഡിയോ 20% ലാഭത്തിന് 720 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ റേഡിയോയുടെ വാങ്ങിയ വില എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 600. 30 പേരുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം ആണ്. കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാറ്റിയപ്പോൾ ശരാശരി ഭാരം 60.5 കിലോഗ്രാം ആയി എങ്കിൽ മാറിയ ആളുടെ ശരാശരി ഭാരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 45.5 കിലോഗ്രാം. 16 മീറ്റർ നീളമുള്ള ഒരു ചരടിൽ നിന്ന് 80 സെന്റിമീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 20. 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1ഉം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2ഉം 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3ഉം 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4ഉം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 59. ഒരാൾ 6500 രൂപയ്ക്ക് വാങ്ങിയ ഫോൺ 5980 രൂപയ്ക്ക് വിറ്റു. നഷ്ടശതമാനം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 8%. 1, 1, 2, 3, 5, 8 ഇവിടെ വിട്ടുപോയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 13. MARGO എന്നത് 38621 എന്നും കിങ് എന്നത് 4752 എന്ന് കോഡ് ചെയ്താൽ അതേ ഭാഷയിൽ ഗോയിങ് എന്നുള്ളത് എങ്ങനെയാണ് എഴുതുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2175 2. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/മണിക്കൂർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം ശരാശരി 20 km/മണിക്കൂർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 24 km/മണിക്കൂർ. ഒരാൾക്ക് 34 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ ഇളയ മകൻ ജനിച്ചു. ഇളയ മകന് ഇപ്പോൾ 13 വയസ്സുണ്ട് എങ്കിൽ 10 വർഷം കഴിയുമ്പോഴുള്ള അച്ഛൻ്റെ പ്രായം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 65. അപ്പോൾ ഇത്രയുമാണ്
നമ്മുടെ 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു, എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ഘട്ടം പരീക്ഷ എഴുതാൻ പോകുന്നവർക്കായിട്ട് ഈ ചോദ്യപേപ്പറിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് വെച്ചിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിലൂടെ നൽകുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്